മോളിക്കുലാർ ബേസിസ് ഓഫ് മ്യൂട്ടേഷൻ, മോളിക്കുലാർ ലെവലിൽ മ്യൂട്ടേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ മ്യൂട്ടേഷൻ്റെ ബേസിക് ഡെഫിനിഷൻ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. എനി ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് മെറ്റീരിയൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ജനറ്റിക് വേരിയബിലിറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ആണ്. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജീൻ പൂളിലേക്ക് പുതിയ തരത്തിലുള്ള ജനറ്റിക് കോമ്പിനേഷനെ അല്ലെങ്കിൽ അലീൽസിനെ, ജീൻസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന കോസറ്റീവ് ഫാക്ടറാണ്. വിത്തൗട്ട് മ്യൂട്ടേഷൻ ജനറ്റിക് വേരിയബിലിറ്റി വിൽ നോട്ട് ബി പോസിബിൾ. പലതരത്തിലുള്ള മ്യൂട്ടേഷൻ കാറ്റഗറീസ് ഉണ്ട്. സൊമാറ്റിക് മ്യൂട്ടേഷൻ ഉണ്ട്, ജെർമിനൽ മ്യൂട്ടേഷൻ ഉണ്ട്, പിന്നെ ക്രോമസോമൽ മ്യൂട്ടേഷൻ ഉണ്ട്, പോയിന്റ് മ്യൂട്ടേഷൻസ് ഉണ്ട്, സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ പല കാറ്റഗറിയിൽ മ്യൂട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില കേസുകളിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് പൊസസിങ് ഓർഗാനിസത്തിന് ഡെലിറ്റീരിയസ് ആയിരിക്കും. ചില കേസിൽ ഫേവറബിൾ ആയിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആയിരിക്കും ഈ പൊസസിങ് ഓർഗാനിസത്തിന് മ്യൂട്ടേഷൻ കൊണ്ട് ലഭിക്കുന്നത്. ഡി എൻ എയുടെ ബേസിക് കമ്പോണൻസ് നമുക്കൊന്ന് റീഅനലൈസ് ചെയ്യാം. ഡി എൻ എ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. ഇറ്റ് ഈസ് എ പോളിമർ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിന് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു പെൻഡോസ് ഷുഗറും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രോജിനസ് ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഈ നൈട്രോജിനസ് ബേസ് എന്ന് പറയുന്ന കാറ്റഗറി തന്നെ 2 ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്യൂരീൻസ് ആൻഡ് പിരമിഡിൻസ്. ഒരു റിംഗ് സ്ട്രക്ചർ ഉള്ള ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് നൈട്രോജിനസ് ബേസസ് എന്ന് പറയുന്നത്. പ്യൂരീൻസ് 2 കാറ്റഗറിയാണുള്ളത്, അഡിനിനും ഗുവാനിനും. ദെൻ പിരമിഡിൻസ് സൈറ്റോസിനും തൈമിനുമാണ് ഡി എൻ എയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും പ്യൂരിൻ പെയർ ചെയ്യുന്നത് പിരമിഡിനുമായിട്ടാണ്. അഡിനിൻ 2 ഹൈഡ്രജൻ ബോണ്ട് വഴി തൈമിനുമായിട്ട് പെയർ ചെയ്യുന്നു. ഗുവാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് വഴി സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുന്നു. നൗ ലെറ്റ് us describe the molecular basis of mutation. When Watson and Crick described the double helix structure of DNA, they also proposed a mechanism to explain spontaneous mutation. ഏതെങ്കിലും എക്സ്റ്റേണൽ ഏജന്റിന്റെ ഇൻഫ്ലുവൻസിലല്ലാതെ സെല്ലിനകത്ത് നടക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം വാട്സൺ ആൻഡ് ക്രിക്ക് അവരുടെ ഡി എൻ എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പ്രപ്പോസ് ചെയ്തു. ഈ പർട്ടിക്കുലർ മോഡൽ പറയുന്നത് ഒരു ഡി എൻ എയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിലുള്ള ബേസസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല. ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ബേസസ് ഇൻ ഡി എൻ എ ആർ നോട്ട് സ്റ്റാറ്റിക്, ദേ ആർ ഡൈനാമിക്. അതായത് റിംഗ് സ്ട്രക്ചർ ആണ് നൈട്രോജനസ് ബേസസിന് ഉള്ളത്. അതിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റംസിന് അവയുടെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഹൈഡ്രജൻ ആറ്റംസ് ക്യാൻ മൂവ് ഫ്രം വൺ പൊസിഷൻ ഇൻ എ പ്യൂരിൻ ഓർ പിരമിഡിൻ ടു അനദർ പൊസിഷൻ. ഒരു നൈട്രോജനസ് ബേസിലുള്ള ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ആ റിങ്ങിൽ തന്നെ പല പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. സച്ച് കെമിക്കൽ ഫ്ലക്ച്വേഷൻസ് ആർ കോൾഡ് ടോട്ടോമെറിക് ഷിഫ്റ്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആ കെമിക്കൽ ഫ്ലക്ച്വേഷന് പറയുന്ന ടെക്നിക്കൽ ടേം ആണ് ടോട്ടോമെറിക് ഷിഫ്റ്റ്. ടോട്ടോമെറിക് ഷിഫ്റ്റ് ഓൾട്ടർ ദ പെയറിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബേസസ് റിസൾട്ടിങ് ഇൻ മിസ്മാച്ച് പെയറിംഗ്. ടോട്ടോമെറിക് ഷിഫ്റ്റ് ഒരു നൈട്രോജനസ് ബേസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ബേസിന്റെ പെയറിംഗ് പൊട്ടൻഷ്യൽ അഫക്റ്റഡ് ആവും. അപ്പോൾ നമുക്കറിയാം ചർഗാഫ് റൂള് അനുസരിച്ചിട്ട് അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനായിട്ടാണ്, ഗുവാനിൻ പെയർ ചെയ്യുന്നത് സൈറ്റോസിനായിട്ടാണ്. അതായത് മിസ്മാച്ച് പെയറിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മ്യൂട്ടേഷനിൽ കലാശിക്കും. ദ മിസ്മാച്ച് പെയറിംഗ് ക്യാൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മ്യൂട്ടേഷൻ ആണ്. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 80 ബേസ് പെയർ ഒരു ഡി എൻ എ സെഗ്മെന്റിനകത്തുള്ള പർട്ടിക്കുലർ ബേസ് പെയർ ജി സി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ജി സി തിരിച്ച് 80 ആയിട്ട് മാറുന്നു. ഈ കണ്ടീഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു മ്യൂട്ടേഷനാണ്. അത് ജീൻസിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ജീനിൻ്റെ ഓവറോൾ വർക്കിങ്ങിനെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അഫക്റ്റ് ചെയ്യും. മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീനോടൈപ്പ് ആയിരിക്കും അങ്ങനെയുള്ള കേസിൽ പൊസസിങ് ഓർഗാനിസം കാണിക്കുന്നത്. ചേഞ്ച് ഇൻ പെയറിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ബേസസ് ആഫ്റ്റർ ടോട്ടോമെറിക് ഷിഫ്റ്റ്. ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നതിന് ശേഷം ബേസസിൻ്റെ, നൈട്രോജനസ് ബേസസിൻ്റെ പെയറിംഗ് പൊട്ടൻഷ്യലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഓരോ കോളത്തിൻ്റെയും ഹെഡിങ് നമുക്ക് നോക്കാം. നൈട്രോജിനസ് ബേസ് ആദ്യത്തെ 2 പ്യൂരിൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 പിരമിഡിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കാത്ത ഫോമാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അഡിനിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമാണ് അമിനോ ഫോം. ഗുവാനിൻ്റെ സ്റ്റേബിൾ ഫോമിന് കീറ്റോ ഫോം എന്നാണ് അറിയപ്പെടുന്നത്. സൈറ്റോസിൻ്റെ സ്റ്റേബിൾ ഫോമാണ് അമിനോ ഫോം. ദെൻ തൈമിൻ്റെ കീറ്റോ ഫോം. ഇവയിൽ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടോമെറിക് ഫോമിനെയാണ് അടുത്ത കോളത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അഡിനിൻ്റെ അൺസ്റ്റേബിൾ ടോട്ടോമെറിക് ഫോമാണ് ഇമിനോ ഫോം എന്ന് പറയുന്നത്. ഗുവാനിൻ്റെ ആണ് ഈനോൾ ഫോം. ദെൻ സൈറ്റോസിൻ്റെ ഇമിനോ ഫോം എന്ന് പറയും. ദെൻ തൈമിൻ്റെ ഈനോൾ ഫോം ആണ്. ഇവയുടെ പെയറിംഗ് പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ട്. സാധാരണ അഡിനിൻ പെയർ ചെയ്യുന്നത് തൈമിനുമായിട്ടാണ്. പക്ഷേ ഇമിനോ ഫോമിൽ അത് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് അമിനോ ഫോമിൽ നിന്ന് ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്ന് ഇമിനോ ഫോമിലാകുമ്പോൾ അഡിനിന് സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യാം. അതുപോലെ തന്നെ ഗുവാനിൻ്റെ നോർമൽ കീറ്റോ ഫോം പെയർ ചെയ്യുന്നത് സൈറ്റോസിനുമായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഈനോൾ എന്ന് പറയുന്ന ടോട്ടോമെറിക് ഫോമിന് തൈമിനുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സൈറ്റോസിനും സംഭവിക്കുന്നത്. സൈറ്റോസിൻ്റെ നോർമൽ വെറൈറ്റിയാണ് അമിനോ ഫോം. ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്ന് അത് ഇമ്യൂനോ ഫോമായിട്ട് മാറുന്നു. ആ ഇമ്യൂനോ ഫോം അഡിനിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗുവാനിൻ. ദെൻ തൈമിൻ്റെ ഒറിജിനൽ ഫോമാണ് കീറ്റോ ഫോം. അത് അഡിനിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. പക്ഷേ അത് ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഈനോൾ ഫോം എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. അത് ഗുവാനിനുമായിട്ട് പെയർ ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് അഡിനിൻ. നൈട്രോജിനസ് ബേസിസിൻ്റെ കോമൺ ഫോമും അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള ടോട്ടോമെറിക് ഫോമും ആണ് ഇവിടെ സ്ട്രക്ചർ വൈസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് തൈമിൻ്റെ കീറ്റോ ഫോം നോർമൽ ഫോമാണ്, കോമൺ ഫോമാണ്. അപ്പോൾ അതിൽ നിന്ന് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഈനോൾ എന്ന് പറയുന്ന ടോട്ടോമെറിക് ഫോം. ഹൈഡ്രജൻ ആറ്റത്തിന് ഇവിടെ ഷിഫ്റ്റ് ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് സൈറ്റോസിനും. ആ സൈറ്റോസിൻ്റെ അമിനോ ഫോമിൽ ഉള്ള അറേഞ്ച്മെൻ്റ് അല്ല ഇമിനോ എന്ന് പറയുന്ന ടോട്ടോമെറിക് ഫോം കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി, ഒരു നൈട്രജൻ ബേസ് അതിൻ്റെ കോമൺ ഫോമിൽ നിന്ന് അതിൻ്റെ ടോട്ടോമെറിക് ഫോമിലേക്ക് വരുമ്പോഴേക്കിന് അതിൻ്റെ പെയറിംഗ് പൊട്ടൻഷ്യൽ അഫക്റ്റഡ് ആകും. The bases would exist in their less stable tautomeric forms for only short periods of time. However, if a base existed in the rare form at the moment that it was being replicated or being incorporated into a nascent DNA chain, a mutation would result. ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നുണ്ടാകുന്ന അബ്നോർമൽ ഫോമിൽ ഒരു നൈട്രോജിനസ് ബേസ് എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ മൊമെൻ്ററി ആയിട്ട് മാത്രമാണ്, വളരെ കുറച്ച് സമയം മാത്രമാണ് അങ്ങനെ അത് റെയർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ റിപ്ലിക്കേഷൻ്റെ സമയത്താണ് ഈ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്ന് റെയർ ഫോമിലേക്ക് ആ ബേസ് മാറുന്നത്. അതുപോലെ തന്നെ നെയ്സൻ DNA ചെയിന്, പുതിയ ഒരു DNA മോളിക്യൂള് റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കുന്നതെങ്കിൽ അത് മ്യൂട്ടേഷനിൽ കലാശിക്കും. വെൻ ദ ബേസസ് ആർ പ്രസൻറ്റ് ഇൻ ദെയർ റെയർ ഇമ്യൂനോ ഓർ ഇനോൾ സ്റ്റേറ്റ്സ്, they can form adenine, cytosine and guanine thymine base pairs. This is called mismatch pairing. അതായത് അഡിനിന് സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടും, ഗുവാനിന് തൈമിനുമായിട്ട് പെയർ ചെയ്യാൻ ഉള്ള എബിലിറ്റി കിട്ടും. ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കുന്നതുകൊണ്ടാണ് മിസ്മാച്ച് പെയറിങ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this will lead to base pair substitution. AT base pair GC ആയിട്ട് മാറും, അല്ലെങ്കിൽ GC base pair AT ആയിട്ട് മാറും. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മോളിക്കുലാർ ലെവലിൽ അനലൈസ് ചെയ്യാം. ടോട്ടോമെറിക് ഷിഫ്റ്റ് കൊണ്ട് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ തുടക്കത്തിൽ ഒരു പേരൻ്റൽ DNA കാണിച്ചിട്ടുണ്ട്. ആ പേരൻ്റൽ DNAയുടെ 2 സ്ട്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ 5 to 3 ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാൻഡിനകത്തുള്ള സീക്വൻസ് AC GTC എന്നുള്ളതാണ്. ദെൻ 3 to 5 ഡയറക്ഷനിലുള്ള ആ പർട്ടിക്കുലർ സ്ട്രാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ 5 to 3ക്ക് കോംപ്ലിമെൻ്ററി ആണ്. അതായത് TGCAG എന്ന് പറയുന്ന കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബേസ് പെയർ അത് GC ആണ്. മൂന്നാമത്തെ ബേസ് പെയർ ആണ് ഞാനിവിടെ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, പോയിന്റർ കൊണ്ടുവന്നിരിക്കുന്നത്.
അത് GC ബേസ് പെയർ ആണ്. റിപ്ലിക്കേഷൻ്റെ സമയത്ത് റിപ്ലിക്കേഷൻ മെഷീനറി ഈ പേരൻ്റൽ DNA-യിലുള്ള 2 ടെംപ്ലേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ സെപ്പറേഷൻ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് റിപ്ലിക്കേഷൻ ഫോർക്ക് ഇതിനകത്ത് പ്രൊസീഡ് ചെയ്യുന്ന ആ പ്രോഗ്രഷനാണ് ഈ സെക്കൻഡ് ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് ഡയഗ്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള മൂന്നാമത്തെ പൊസിഷനിൽ 5 to 3 ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റിലുള്ള G എന്ന് പറയുന്ന ഗുവാനിൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ നൈട്രോജിനസ് ബേസിന് ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കുന്നു. അത് ഈനോൾ ഫോമിലേക്ക് കൺവേർട്ടഡ് ആകുന്നു. അതിൻ്റെ കോമൺ ഫോമിൽ നിന്ന് റെയർ ആയിട്ടുള്ള ടോട്ടോമെറിക് ഈനോൾ ഫോമിലേക്ക് കൺവേർട്ടഡ് ആകുന്നു. ഇപ്പോൾ ഇതിനകത്ത് റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ, അതായത് പുതിയ ചെയിന് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കിന് ഈ ടോട്ടോമെറിക് ഈനോൾ ഫോമിലേക്ക്, അതായത് ഗുവാനിൻ്റെ ടോട്ടോമെറിക് ഫോമിലേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നത് തൈമിനായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് സൈറ്റോസിൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത് തൈമിനാണ്. അപ്പോൾ ഇത് ടോട്ടോമെറിക് ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ മിസ്മാച്ച് പെയറിംഗ് ആണ്. ഇനി ഈ റിപ്ലിക്കേഷൻ മെഷീനറി ഈ 2 സ്ട്രാൻഡ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ 2 മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഫസ്റ്റ് ജനറേഷൻ DNA പ്രോജനിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്രോജനിയിൽ നോക്കുക, ആ മിസ്പെയറിംഗ് നടന്നത് അതേപോലെ തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് Gക്ക് ഓപ്പോസിറ്റ് T ആണ് വന്നിരിക്കുന്നത്. റിപ്ലിക്കേഷൻ്റെ സമയത്ത് വളരെ മൊമെൻ്ററി ആയിട്ടാണ് ഈ ഗുവാനിനിൽ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നത്. പെട്ടെന്ന് തന്നെ ഗുവാനിൻ അതിൻ്റെ കോമൺ ഫോമിലേക്ക് മാറും. ഇപ്പോൾ ഇവിടെ പുതുതായിട്ടുണ്ടായ മോളിക്യൂളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗുവാനിൻ എന്ന് പറയുന്നത് ടോട്ടോമെറിക് ഫോം അല്ല, അത് നോർമൽ ആയിട്ടുള്ള ഗുവാനിനാണ്. പക്ഷേ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തൈമിനാണ്. ഇപ്പോൾ ഇങ്ങനെ തൈമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ DNA മോളിക്യൂള് അടുത്ത ജനറേഷൻ DNA റിപ്ലിക്കേഷന് വിധേയമാകുമ്പോൾ ഇവിടെ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന അടുത്ത ഫസ്റ്റ് ജനറേഷൻ പ്രോജനി മോളിക്യൂളിന് പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് ടോട്ടോമെറിക് ഷിഫ്റ്റ് ഒന്നും ഇല്ല. അതിനകത്തുള്ള DNA-യുടെ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുന്നത് പേരൻ്റൽ DNA അതേ തന്നെ കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടോമെറിക് ഷിഫ്റ്റിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രോഡക്റ്റിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വ്യത്യാസമുണ്ട്. അത് മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ മിസ്പെയറിംഗ് ആണ്, അല്ലെങ്കിൽ മിസ്മാച്ച് പെയറിംഗ് ആണ്. ഇങ്ങനെയുള്ള മിസ്മാച്ച് പെയറിംഗ് ഉള്ള ആ പർട്ടിക്കുലർ DNA മോളിക്യൂള് അടുത്ത റൗണ്ട് റിപ്ലിക്കേഷന് വിധേയമാകുമ്പോൾ ഇതിൻ്റെ 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആവും. ആ 2 സ്ട്രാൻഡും സെപ്പറേറ്റഡ് ആകുമ്പോൾ നോക്കുക, ഇതിൻ്റെ 5 to 3 ഡയറക്ഷനിലുള്ള സ്ട്രാൻഡിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ACGTC ആണ്. അപ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നോർമലായിട്ട് റിപ്ലിക്കേഷൻ നടന്ന് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സീക്വൻസ് എന്ന് പറയുന്നത് TGCAG ആയിരിക്കും. ആദ്യത്തെ സെക്കൻഡ് ജനറേഷൻ മോളിക്യൂളിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് പൊസിഷനിലുള്ള ബേസ് പെയർ എന്ന് പറയുന്നത് GC തന്നെയാണ്. അതായത് പേരൻ്റൽ DNA-യിലുള്ള GC തന്നെ ഇവിടെ റീഎസ്റ്റാബ്ലിഷ്ഡ് ആയി. കാരണം ഇതിൻ്റെ ടെംപ്ലേറ്റിലുണ്ടായിരുന്ന ഗുവാനിൻ എന്ന് പറയുന്നത് ടോട്ടോമെറിക് ഷിഫ്റ്റിന് നേരത്തെ വിധേയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ടോട്ടോമെറിക് ഫോമിലല്ലായിരുന്നു എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉറപ്പായിട്ടും സൈറ്റോസിനുള്ള ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ പേരൻ്റൽ DNA-യുടെ സീക്വൻസ് റീഎസ്റ്റാബ്ലിഷ്ഡ് ആയി. പക്ഷേ അടുത്ത ടെംപ്ലേറ്റിൽ നിന്നുണ്ടാകുന്ന പുതിയ സ്ട്രാൻഡിൽ പ്രശ്നമുണ്ട്. കാരണം അടുത്ത ടെംപ്ലേറ്റിൽ നേരത്തെ ഉണ്ടായ ടോട്ടോമെറിക് ഷിഫ്റ്റിൻ്റെ ഫലമായിട്ട് മിസ്പെയർഡ് ആയിട്ടുള്ള തൈമിൻ ഇരിക്കുകയാണ്. ആ തൈമിൻ്റെ പൊസിഷനിൽ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ സ്ട്രാൻഡിൽ വരുന്നത് അഡിനിനാണ്. അപ്പോൾ ഈ പേരൻ്റൽ DNA-യുമായിട്ട് ഇപ്പോൾ ഉണ്ടായ സെക്കൻഡ് ജനറേഷനിലുള്ള ഈ മോളിക്യൂളിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് പൊസിഷൻ രണ്ടിലും വ്യത്യസ്തമാണ്. പേരൻ്റൽ DNA-യിൽ അത് GC ആണെങ്കിൽ ഇപ്പോൾ അത് എന്തായിട്ട് മാറി? AT ആയിട്ട് മാറി. ഇത് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒരു DNA ആണ്. ഇനി ഫസ്റ്റ് ജനറേഷൻ പ്രോജനിയിൽ ഈ മോളിക്യൂളിൻ്റെ അടുത്ത ജനറേഷൻ ഉണ്ടാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അത് ടോട്ടോമെറിക് ഷിഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ഒന്നുമല്ല. അതിനകത്ത് മിസ്പെയറിങ്ങോ മിസ്മാച്ചോ ഒന്നും ഇല്ല. അത് ഉറപ്പായിട്ടും ഈ പേരൻ്റൽ DNA-യുടെ അതേപോലെ തന്നെയുള്ള കോമ്പിനേഷൻ കാണിക്കും. പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ
ആദ്യത്തെ ജനറേഷനിൽ സെമി കൺസർവേറ്റീവ് മാനറിൽ DNA റിപ്ലിക്കേഷൻ നടന്നപ്പോൾ ഒരു സ്ട്രാൻഡിൽ ഉണ്ടായിരുന്ന തേർഡ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആ ഗുവാനിന് ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നു. ഗുവാനിനുമായിട്ട് അപ്പോൾ തൈമിൻ വന്ന് അറ്റാച്ച് ചെയ്തു. അടുത്ത ജനറേഷനിൽ വന്നപ്പോൾ ആ ടോട്ടോമെറിക് ഫോം നോർമലായി, എന്നാലും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നത് ആരാണ്? ഈ തൈമിൻ എന്ന് പറയുന്ന നൈട്രോജിനസ് ബേസ് ഉള്ള ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഫസ്റ്റ് ജനറേഷനിൽ ഒരു മിസ്പെയറിംഗ് ഉണ്ടായി. ഇനി അടുത്ത ജനറേഷനിലേക്ക് ഈ മോളിക്യൂൾ റിപ്ലിക്കേഷന് വിധേയമായപ്പോഴേക്കിന് ആ മൂന്നാമത്തെ പൊസിഷനിൽ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. അതായത് 3 to 5 ഡയറക്ഷനിലുള്ള ആ പർട്ടിക്കുലർ ടെംപ്ലേറ്റിൻ്റെ മൂന്നാമത്തെ പൊസിഷനിലുള്ള ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് തൈമിനുള്ള ന്യൂക്ലിയോടൈഡ് ആണ്. അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനിനുള്ള ന്യൂക്ലിയോടൈഡ് പുതുതായിട്ട് സിന്തസൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള DNA മോളിക്യൂൾ ഉണ്ടായി. ഇതിനെയാണ് ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. GC to AT ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉണ്ടായത്. ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ടോട്ടോമെറിക് ഷിഫ്റ്റ് എന്ന് പറയുന്ന നൈട്രോജിനസ് ബേസിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റിയാണ്. നൈട്രോജിനസ് ബേസസിൻ്റെ റിംഗ് സ്ട്രക്ചറിലുള്ള ഹൈഡ്രജൻ ആറ്റംസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയറിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടോട്ടോമെറിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഉറപ്പായിട്ടും മ്യൂട്ടേഷനിൽ കലാശിക്കും. എപ്പോൾ നടക്കണം? റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഈ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടക്കണം. ബാക്കിയുള്ള കേസുകളിൽ ടോട്ടോമെറിക് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അത് കറക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ റിപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന മെഷീനറിക്ക് അതിനുള്ള സാവകാശം കിട്ടത്തില്ല. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്വേർഷൻ. എന്താണ് ട്രാൻസിഷൻ എന്നുള്ളത് ആദ്യം തന്നെ അനലൈസ് ചെയ്യാം. ഇവിടെ ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഒരു സ്ട്രാൻഡിലുള്ള പ്യൂരിൻ വേറൊരു പ്യൂരിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡിലുള്ള പിരമിഡിൻ വേറൊരു പിരമിഡിൻ കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് പെയർ കാണിച്ചിട്ടുണ്ട്, AT എന്ന് പറയുന്ന പെയർ. അതായത് ഒരു സ്ട്രാൻഡിൽ പ്യൂരിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അടുത്ത സ്ട്രാൻഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പിരമിഡിൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ട്രാൻസിഷൻ നടക്കുമ്പോൾ അത് GC ആയിട്ട് മാറുന്നു. അതായത് ആദ്യത്തെ സ്ട്രാൻഡിലുള്ള A എന്ന് പറയുന്ന അഡിനിൻ എന്ന് പറയുന്ന പ്യൂരിന് പകരമായിട്ട് ഗുവാനിൻ എന്ന് പറയുന്ന പ്യൂരിൻ തന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ തൈമിൻ എന്ന് പറയുന്ന പിരമിഡിൻ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ എക്സിസ്റ്റ് ചെയ്യാണ്. അതിന് പകരമായിട്ട് ആ പർട്ടിക്കുലർ സ്ട്രാൻഡിൽ ഒരു പിരമിഡിൻ തന്നെ വരുന്നു, സൈറ്റോസിൻ വരുന്നു. Thymine is replaced by cytosine. Then adenine is replaced by guanine. This type of base pair substitution is called transition. ഒരു സ്ട്രാൻഡിലുള്ള പ്യൂരിൻ വേറൊരു പ്യൂരിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അടുത്ത കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലുള്ള പിരമിഡിൻ വേറൊരു പിരമിഡിൻ കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ഇത് നേരെ തിരിച്ചും പറയാം. അതായത് GC എന്ന് പറയുന്ന ബേസ് പെയർ AT ആകുന്നത് ട്രാൻസിഷനാണ്. AT to GC or GC to AT രണ്ടും ബേസ് പെയർ ട്രാൻസിഷൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ട്രാൻസ്വേർഷൻ. ഇത് ട്രാൻസിഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു സ്ട്രാൻഡിലുള്ള പ്യൂരിനെ വേറൊരു പിരമിഡിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലുള്ള പിരമിഡിനെ വേറൊരു പ്യൂരിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ട്രാൻസ്വേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ AT ബേസ് പെയറിനെ തന്നെ നമുക്ക് എടുക്കാം. അവിടെ ആദ്യത്തെ സ്ട്രാൻഡിലുള്ള ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രാൻഡിലുള്ളത് പ്യൂരിനാണ്. ദെൻ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡിലുള്ളത് പിരമിഡിനാണ്. അഡിനിൻ പെയർഡ് വിത്ത് തൈമിൻ, ഈ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കാം. അതായത് അഡിനിന് പകരമായിട്ട് അവിടെ തൈമിൻ വരിക ആ സ്ട്രാൻഡിൽ തന്നെ. അതായത് അഡിനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിനാണ്, അതിന് പകരം ഒരു പിരമിഡിൻ വരിക. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലുള്ള പിരമിഡിന് പകരം തൈമിന് പകരം പുതിയൊരു പ്യൂരിൻ വരുന്ന അവസ്ഥ, അഡിനിൻ എന്ന് പറയുന്ന പ്യൂരിൻ വരുന്നു. അപ്പോൾ AT-TA എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ വരുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ഇതിൻ്റെ വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അഡിനിന് പകരം സൈറ്റോസിൻ വരുന്നു. അഡിനിൻ എന്ന് പറയുന്ന പ്യൂരിന് പകരം സൈറ്റോസിൻ എന്ന് പറയുന്ന പിരമിഡിൻ വരുന്നു. ദെൻ തൈമിൻ എന്ന് പറയുന്ന പിരമിഡിന് പകരം ഗുവാനിൻ എന്ന് പറയുന്ന പ്യൂരിൻ വരുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് പെയറിന്
ഒരു ട്രാൻസിഷനും, അതായത് ATക്ക് GC ആകാം അല്ലെങ്കിൽ GCക്ക് AT ആകാം, രണ്ട് ട്രാൻസ്വേർഷനും പോസിബിൾ ആണ്. അതായത് AT എന്ന് പറയുന്ന ബേസ് പെയറിന് TA എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ വരാം, അല്ലെങ്കിൽ CG എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ വരാം. അപ്പോൾ ഒരെണ്ണത്തിന്, ഒരു ബേസ് പെയറിന് ഒരു ട്രാൻസിഷനും രണ്ട് ട്രാൻസ്വേർഷനും പോസിബിൾ ആണ്. അപ്പോൾ ഈ സെഷനിൽ ടോട്ടോമെറിക് ഷിഫ്റ്റ് എന്ന് പറയുന്ന മോളിക്കുലർ മെക്കാനിസം കൊണ്ട് എങ്ങനെയാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ബേസ് പെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ടോട്ടോമെറിക് ഷിഫ്റ്റിന്റെ പ്രോഡക്റ്റ്.